നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെയല്ല ഞാൻ ജീവിക്കേണ്ടതെന്ന്? എനർജി ഇല്ലാത്ത, മോട്ടിവേഷൻ ഇല്ലാത്ത, മൈൻഡ് ഹെവി ആയിരിക്കുന്ന അവസ്ഥ. പക്ഷേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ജീവിതം മുഴുവൻ മാറ്റാൻ വർഷങ്ങൾ വേണ്ട. ഡയറക്ഷൻ മാറ്റാൻ 10 ദിവസം മതി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് 10 ദിവസത്തിൽ ജീവിതം റീസെറ്റ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ പ്ലാനിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുന്നേ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് മഞ്ജു. റേസ് വിത്ത് മഞ്ജു എന്ന ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്നത് പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോസാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോളൂ. നിങ്ങൾക്കുള്ള വീഡിയോസ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ പോയിൻ്റാണ്, അതായത് 10 ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഡേ വണ്ണിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? മെൻ്റൽ ക്ലിയർ ഔട്ട്. നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലേ? പക്ഷേ ഒരു ദിവസം ഫോൺ എടുക്കാതെ മാറ്റി വെക്കാൻ പറ്റുമോ? ഐ മീൻ സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത ഒരു കാര്യമാണ് ഡേ വണ്ണിൽ ചെയ്യേണ്ടത്. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതുക. എന്താണ് എഴുതേണ്ടത്? നിങ്ങളുടെ ലൈഫിലെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് എഴുതുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയാത്തത് എന്ന് എഴുതുക. നിങ്ങളിലെ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റേണ്ടത്, പിന്നെ ഇതിനുള്ള സൊല്യൂഷൻസും എഴുതുക. എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം എന്തൊക്കെ കാര്യങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാം? നിങ്ങളുടെ പ്രോബ്ലത്തെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്താണോ അതിനെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ നിങ്ങളിൽ ഏറ്റവും വലിയൊരു മാറ്റേണ്ട കാര്യം എന്താണ്, അതിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അല്ലേ? അപ്പോൾ ഡേ വണ്ണിൽ തന്നെ എത്ര മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡേ 2 നോക്കിയാലോ? ക്ലീൻ യുവർ എൻവിറോൺമെൻറ്റ്. ഡേ 2വിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നാണെന്നറിയാവോ? നിങ്ങളുടെ റൂം അങ്ങ് ക്ലീൻ ചെയ്യണം. അതുപോലെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരുപാട് സാധനങ്ങൾ കാണാം. എത്ര നാളായി നിങ്ങൾ റൂം ക്ലീനൊക്കെ ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. റിമൂവ് ചെയ്യേണ്ട സാധനങ്ങളൊന്നും റിമൂവ് ചെയ്യാതെ റൂമൊക്കെ ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി? ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യണം? സാധനങ്ങളെല്ലാം, അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. മെസ്സി റൂം ഈക്വൽ ടു മെസ്സി മൈൻഡ് എന്നാണ് പറയുന്നത്. നമ്മൾ താമസിക്കുന്ന സ്ഥലം ക്ലീൻ ആകുമ്പോൾ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഫ്രഷ് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഡേ 2വിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങളുടെ എൻവിറോൺമെൻറ്റ് നിങ്ങൾ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കുക. ഓക്കെ. ഡേ 3യിൽ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ ചിന്തകളെ റീസെറ്റ് ചെയ്യുക. ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമല്ലോ അല്ലേ? അപ്പം നെഗറ്റീവ് തോട്ട്സ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അന്നേരം നമ്മുടെ നെഗറ്റീവ് തോട്ട്സുകളെല്ലാം അങ്ങ് മാറി നിൽക്കും. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുമ്പം ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ലൈഫിൽ നമുക്കുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് നന്ദിയുള്ളവരായിരിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ചിന്തകളെയൊക്കെ ഒരുപാട് മാറ്റും കേട്ടോ. അതുകൊണ്ട് ഡേ 3യിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡേ 4ൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ബോഡി റീസെറ്റ്. എല്ലാവരും കോമൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അടുക്കളയിൽ പണിയൊക്കെ ചെയ്യുന്നതല്ലേ, പിന്നെ എന്തിനാണ് വർക്കൗട്ട് ചെയ്യുന്നത്? പക്ഷേ അങ്ങനെയല്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് എങ്കിലും വർക്കൗട്ട് ചെയ്യണം. സൂംബയോ യോഗയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ താല്പര്യം അത് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലപോലെ വെള്ളം കുടിക്കുക. ഇത് നമ്മുടെ സ്കിൻ നല്ല ലൈറ്റ് ആകാൻ, നല്ല ബ്രൈറ്റ് ആകാൻ വേണ്ടി സഹായിക്കും. പിന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇതൊക്കെയാണ് ഡേ 4ൽ ചെയ്യേണ്ടത്. ഡേ 5ലാണെങ്കിലോ സ്കിൽസ് റീസെറ്റ് ചെയ്യാം. ഈ വീഡിയോ കാണുന്ന നിങ്ങളോടാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പഠിച്ചെടുക്കണം, ഒരു സ്കിൽസ് എക്സ്ട്രാ എനിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പം തീരുമാനം എടുക്കുക. എനിക്കറിയത്തില്ലാത്ത ഒരു സ്കിൽ ഞാൻ പഠിച്ചെടുക്കും. അത് നിങ്ങൾ പഠിച്ചെടുത്തിരിക്കണം. അത് നിങ്ങളെ ഭാവിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഇന്ന് തന്നെ സെറ്റ് ചെയ്യുക, ഞാൻ ഡേ 5ൽ ഇന്ന സ്കില്ലായിരിക്കും പഠിക്കുക എന്നത്. ഡേ 6ൽ നോക്കിയാലോ? റിലേഷൻഷിപ്പിനെ റീസെറ്റ് ചെയ്യാം. നിങ്ങളുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേഴ്സണെ, അത് ആരായിക്കോട്ടെ, ആളെ വിളിച്ചിട്ട് എന്താ താങ്ക് യു പറയുക. എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെയ്തു തന്ന ആ കാര്യത്തിന് നന്ദി എന്നൊരു താങ്ക് യു പറയുക. പിന്നെ ആരോടെങ്കിലും ദേഷ്യമോ വാശിയോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചു കൊടുക്കുക. ക്ഷമിച്ചു കൊടുക്കുന്നത് കൊണ്ട്
എല്ലാവരും വിചാരിക്കും നമ്മളങ്ങ് താഴ്ന്നു കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരെന്ത് ചിന്തിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല. നമ്മൾ നമ്മുടെ ദൈവത്തെ മാത്രം നോക്കിയാൽ മതി. ദൈവത്തിന് മുമ്പിൽ നമ്മൾ എപ്പോഴും പ്യുവറായിരിക്കണം കേട്ടോ. ഇങ്ങനെ എല്ലാവരോടും ക്ഷമിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കും ഉണ്ട് ബെനഫിറ്റ്സ്. നമ്മുടെ ഹേർട്ട് ഒന്ന് ഫ്രീ ആകും, സോഫ്റ്റ് ആകും, ഹെവിനെസ് ഒക്കെ അങ്ങ് മാറും അല്ലേ. ഇത് നമുക്ക് സമാധാനം കൊണ്ടുവരും. അപ്പം എല്ലാവരും റിലേഷൻഷിപ്പ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അടുത്തതാണ് ഡേ 7. ഡേ 7-ൽ മണി റീസെറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മാസം നിങ്ങൾക്ക് എത്ര രൂപ ചിലവാകുന്നുണ്ട് എന്നൊരു ലിസ്റ്റ് തയ്യാറാക്കുക. അൺനെസസറി ആയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാറുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇതുവരെ സേവിങ്സ് ഹാബിറ്റ് ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്കുള്ളതിൽ നിന്നൊരു ചെറിയ പൈസ മാറ്റി വെക്കുക. ഈവൻ ഒരു 50 രൂപയാണെങ്കിൽ പോലും അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മനസ്സ് കാണിക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ അത് നമുക്ക് വളരെ ബെനഫിറ്റാണ്. നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ നമുക്ക് അതിൽ നിന്ന് എടുക്കത്തില്ലേ. വേറെ ആരുടെയും മുമ്പിൽ പോയി കൈ നീക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. അപ്പം മണി റീസെറ്റിൽ ഡേ 7-ൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ചെറിയ രീതിക്കെങ്കിലും ഒരു സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഡേ 8, സെൽഫ് ലവ് റീസെറ്റ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങണം. ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ ഹസ്ബൻഡിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയൊക്കെയാണ് പലരും ജീവിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ഇയാളോടാണ്. ഇന്ന് മുതൽ നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കുക. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടുക, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകുക. അങ്ങനെ 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 ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നെ എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കി നിങ്ങളോട് പറയണം. എന്താ പറയണ്ടേ? ഐ ആം ഇംപ്രൂവിങ്, ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ ലൈഫ് സ്ട്രോങ് ആവില്ല മക്കളെ. നിർബന്ധമായും ചെയ്യണം കേട്ടോ. സെൽഫ് ലവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് എന്തൊക്കെ സമയമില്ലെന്ന് പറഞ്ഞാലും, ഒട്ടും പറ്റുന്നില്ലെന്ന് പറഞ്ഞാലും നിങ്ങളിത് ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് കൂടിയാണേ. ഇനി ഡേ 9, ഫ്യൂച്ചർ വിഷൻ. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഞാൻ ചോദിച്ചോട്ടെ, അടുത്ത 3 മാസം കൊണ്ട് നിങ്ങൾ എന്ത് നേടും? എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അടുത്ത 6 മാസം കൊണ്ട് എന്ത് നേടും? ഓക്കെ, അതൊക്കെ പോട്ടെ. ഈ വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് നേടണമെന്നാണ് നിങ്ങളുടെ ഗോൾ? എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ലായിരിക്കും അല്ലേ. എന്നാൽ ഇപ്പം ഈ നിമിഷം സെറ്റ് ചെയ്യണം. നിങ്ങൾ ആദ്യം 3 മാസത്തേക്ക് വേണ്ടി ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതിന് വേണ്ടി പ്രയത്നിക്കുക, എന്നിട്ട് അത് നേടിയെടുക്കുക. പിന്നെ അടുത്ത 6 മാസത്തേക്ക്, പിന്നെ 1 ഇയർ, അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ വേണ്ട ഓരോ കാര്യങ്ങളും നിങ്ങൾ നേടിയെടുത്തുകൊണ്ടേയിരിക്കുക. നിങ്ങളിലേക്ക് വിജയം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആദ്യം ചെറിയ കാര്യങ്ങൾ തുടങ്ങുക, പിന്നെയാണ് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. ഓരോ കാര്യങ്ങളും ലൈഫിലേക്ക് വരുമ്പോൾ കോൺഫിഡൻസ് കൂടും, വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടി തോന്നും. അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുക കേട്ടോ. ഡയറക്ഷൻ ക്രിയേറ്റ് ചെയ്യുക ആദ്യം തന്നെ. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. ക്ലിയർ ഗോൾസ് ഇല്ലെങ്കിൽ ലൈഫ് റാൻഡമായി പോകും. സോ എന്ത് ചെയ്യണം? ഡയറക്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നോളും. അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഡേ 10 എന്താണെന്ന് നോക്കിയാലോ? വേറൊന്നുമല്ല, ന്യൂ ഐഡൻറ്റിറ്റി. ഇത്രയും കാലം നിങ്ങൾ ചിലപ്പോൾ തോന്നുമ്പോൾ കിടക്കും, തോന്നുമ്പോൾ എണീക്കും അല്ലേ. ഉറങ്ങിയാൽ ഉറങ്ങി, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയൊക്കെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മുതൽ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ശീലം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ന്യൂ റൊട്ടീൻസ് ഫോളോ ചെയ്യുക. പിന്നെയോ ഓൾഡ് ഹാബിറ്റ്സിനെയൊക്കെ ഡിലീറ്റ് ചെയ്ത് പുതിയ ന്യൂ മൈൻഡ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നിങ്ങൾ പഴയ ആൾക്കാരല്ല, യു ആർ അപ്ഗ്രേഡഡ് വേർഷൻ. സത്യസന്ധമായി പറയട്ടെ, 10 ദിവസം കൊണ്ട് ലൈഫ് മാജിക്കലി ചേഞ്ച് ആവത്തൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മാറും, നിങ്ങളുടെ മൈൻഡ് മാറും, നിങ്ങളുടെ എനർജി ലെവൽ മാറും, ഡയറക്ഷൻ മാറും. ചേഞ്ച് സ്റ്റാർട്ട്സ് വിത്ത് ഡിസിഷൻ എന്നാണ്. ഇന്ന് തന്നെ ഡിസൈഡ് ചെയ്യൂ, റീസെറ്റ് ചെയ്യൂ, ലൈഫ് കളറാവട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, നല്ലപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒരു ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് ഇത് വേറെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്നുള്ള വീഡിയോ ആണെങ്കിൽ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്ത് വെക്കണേ. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ, ടേക്ക് കെയർ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ടാറ്റാ, ബൈ ബൈ.